ലോക മുതലാളിത്തത്തിന്റെ ആസ്ഥാനമായ ന്യൂയോർക്ക് സിറ്റിയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവ് മേയർ സ്ഥാനത്തേക്ക് വിജയിച്ചുവെന്നത് കേവലം ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പ് ഫലമല്ല. ഉഗാണ്ടയിൽ ജനിച്ച ഇന്ത്യൻ പാരമ്പര്യമുള്ള യുവ നേതാവ് സൊഹ്റാൻ മംതാനിയുടെ ഈ അട്ടിമറി വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ആഴത്തിലുള്ള സാമ്പത്തിക അസമത്വങ്ങളോടുള്ള തൊഴിലാളി വർഗത്തിന്റെ രോക്ഷത്തിന്റെ പ്രതീകവും രാജ്യത്തിന്റെ രാഷ്ട്രീയഗതി മാറ്റിയെഴുതാൻ കഴിവുള്ള ഒരു പുതിയ ഇടതുപക്ഷ തരംഗത്തിന്റെ സൂചനയുമാണ്. മുൻ ഡെമോക്രാറ്റിക് ഗവർണർ ആൻഡ്രൂ കുമോയെയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് സിൽവയെയും മറികടന്ന് 51% വോട്ടുകൾ നേടിയ 34കാരന്റെ ഈ ജൈത്രയാത്ര ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നു. മംതാനിയുടെ വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ മുഖ്യധാര കക്ഷികളായ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ നേരിടുന്ന ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികളെയും, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ വലതുപക്ഷ പോപ്പുലിസത്തെ ചെറുക്കാൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കുള്ള സാധ്യതകളെയും വ്യക്തമാക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം മംതാനിക്കെതിരെ കടുത്ത വലതുപക്ഷ വിദ്വേഷ വിമർശനങ്ങളാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ പക്ഷം അഴിച്ചുവിട്ടത്. അമേരിക്കയുടെ സാമ്പത്തിക ഘടനയെ ചോദ്യം ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് നേതാവിനെ രാജ്യത്തെ ഏറ്റവും വലിയ നഗരത്തിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് അസൗകര്യമായിരുന്നു.